ഫ്രണ്ട്സ്, ട്രാവൽ ഫുഡി ടോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒരു 80% വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ചെറിയ ചൂടിൽ ഇതുപോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ചെറിയുള്ളിയും 4 വറ്റൽമുളകും ഒരു പീസ് ഇഞ്ചിയും പുളിയും കരിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം വാടി ഈ പരുവാകുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്തു, ചിരകിയ തേങ്ങ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് തേങ്ങ വരളുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. തേങ്ങയുടെ കളറൊക്കെ മാറി ഏകദേശം ഇതുപോലെയൊക്കെ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. നമ്മുടെ ചമ്മന്തിക്ക് ഒരു അടിപൊളി കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഇതുപോലെ വഴറ്റിയെടുക്കണം. അങ്ങനെ തേങ്ങയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിനെ ചെറു ചൂടോടുകൂടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സുന്ദരനായ ബീട്രൂട്ട് ചമ്മന്തി റെഡിയാവും. ഇനി ആ മിക്സിയുടെ ജാറിൽ നിന്ന് ചമ്മന്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണേ. എന്നിട്ട് ഒരു വലിയ ഉണ്ടയാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കണം. എന്നിട്ട് അതിന് കുറച്ചെടുത്ത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇട്ട് കഴിച്ചാൽ സംഭവം കിടക്കും. അപ്പോൾ ഇതുപോലെ സിമ്പിൾ വെറൈറ്റി ഫുഡ് വീഡിയോ കാണുവാനായി എൻ്റെ ചാനൽ ട്രാവൽ ഫുഡി ടോം സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ.